13-ാം സ്ഥലം. ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. 13-ാം ഇടത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെയൊക്കെ തൊട്ട് അടുത്തുള്ളൊരു പ്രദേശമാണ്. വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായ കടമക്കുടി. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം എന്ന് പറയുന്നത് ബ്രദർ ബിന്നി ജോസഫിൻ്റെ അമ്മയാണ്. നമ്മളെല്ലാവരും തന്നെ പിയാത്ത, മൈക്കലാഞ്ചലോയുടെ ഏറ്റവും മനോഹരമായ ശില്പം പിയാത്ത, അത് കണ്ടിട്ടുള്ളവരാണ്. അത് കാണുമ്പോൾ അതിനെ വർണ്ണിക്കാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും തന്നെ അതിനെ ഏറ്റവും മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഏറ്റവും സുന്ദരമായ ഒരു ശില്പം. കണ്ടാലിങ്ങനെ നോക്കി നിന്നുകൊണ്ടേയിരിക്കും. അതിനത്രമാത്രം അഴകുണ്ട്, അത്രമാത്രം ഫിനിഷ് ഉണ്ട് ആ ഒരു ശില്പത്തിന്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, ഈ ശില്പമല്ലാതെ ഈ ഒരു കാഴ്ച നമ്മൾ നേരിട്ടാണ് കാണുന്നതെങ്കിലോ? മാതാവിൻ്റെ മടിയിൽ തൻ്റെ മകനായ ഈശോ ജീവനറ്റ് കിടക്കുകയാണ്. അമ്മയ്ക്ക് എങ്ങനെ കരയാനും സാധിക്കുന്നില്ല. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പിയാത്തയുടെ രൂപമാണ് ബ്രദർ ബിന്നി ജോസഫിൻ്റെ അമ്മയിൽ നമ്മൾ കാണുന്നത്. 2018 മെയ് മാസത്തിൽ ഈ ബ്രദർ ബിന്നി എന്ന് പറയുന്ന വ്യക്തി പുരോഹിതനായിട്ട് പഠിക്കുകയാണ്. അവധിക്കാലത്തിൽ വീട്ടിലേക്ക് വരുന്നു. കുളിക്കാനായിട്ട് പെരിയാറിലേക്ക് പോകുന്നു. കുളിക്കുന്നതിനിടയ്ക്ക് ആരൊക്കെയോ ഒഴുക്കിൽ വിട്ട് മുങ്ങിത്താഴുകയാണ്. ഈ കണ്ട മാത്രയിൽ അവൻ സകലതും മറന്ന് ആ മനുഷ്യൻ രക്ഷിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ പകരം സമർപ്പിക്കേണ്ടി വന്നത് ഈ അമ്മയ്ക്ക് ഈ മകനെയാണ്. അവൻ പെരിയാറിലേക്ക് മുങ്ങിപ്പോവുകയാണ്. അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും നശിച്ച് ഒരു വൈദികനാകണമെന്ന് ആഗ്രഹിച്ചതാണ്. അത് പറ്റിയില്ല. അന്ന് ആ പുഴയിൽ നിന്ന് ശരീരം എടുക്കുമ്പോൾ അമ്മ കണ്ടത് ആ ഇടത്തെ കാൽവരിയായിട്ടാണ്. കാൽവരിയിലെ ബലിപീഠമായിട്ട് അമ്മ കാണുകയാണ്. എൻ്റെ മകൻ്റെ ശരീരം അത് വെറും ശരീരമല്ല, കർത്താവിന് സമർപ്പിക്കേണ്ട ബലിവസ്തുവാണെന്ന് കാണുന്ന ഒരമ്മയാണ് അവിടെ കാണുന്നത്. അമ്മയുടെ മടിയിൽ ഈ ശരീരം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അമ്മ തളർന്ന് തകർന്ന് ഇരിക്കുകയാണ്. ഒത്തിരി പേര് ഈ ബ്രദറിൻ്റെ മൃതസംസ്കാര കർമ്മത്തിനായിട്ട് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും കരയുന്നുണ്ട്. അവർക്കേറെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ അമ്മ മാത്രം കരയുന്നില്ല. അവൻ്റെ സഹപാഠികളായ മറ്റു ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ ഈ അമ്മ ഇവരോട് പറയുകയാണ്, എനിക്കെൻ്റെ മകനെ നഷ്ടപ്പെട്ടു. പക്ഷേ ഈശോ എനിക്കെൻ്റെ മകന് പകരം നിങ്ങളൊക്കെ തന്നു. നിങ്ങളെല്ലാവരും അച്ഛനാവണം. ഈ ഒരു വാർത്ത നമ്മൾ ന്യൂസ് പേപ്പറുകളിൽ ശ്രദ്ധിച്ചതാണ്. സ്വന്തം മകൻ ഛേദനയേറ്റ് കിടക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പറയാനുള്ള ആ അമ്മയുടെ മനോഭാവത്തെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിയാത്തയും അങ്ങനെയൊക്കെ തന്നെയാണ്. പിയാത്ത നൽകുന്ന സന്ദേശം എന്താണ്? നിനക്ക് വേണ്ടി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മകനെ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി, മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപപ്പെടുക. ഇവിടെ ഒരു ക്രിസ്തു പൊലിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ അനേകം ക്രിസ്തു വരണമെന്നുള്ള ഒരു ബോധ്യം നൽകുകയാണ്. ആ അമ്മയും അത്രമാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ പകരം എനിക്ക് ഒത്തിരി മക്കളെയാണ് തന്നത്. നിങ്ങൾ ഈ മക്കളെല്ലാവരും തന്നെ അച്ഛന്മാരാകണം. അത് വലിയൊരു കാഴ്ചപ്പാടാണ്. വേദനകൾക്കിടയിലും നമ്മുടെയൊക്കെ എത്ര വലിയ വേദനയാണെങ്കിലും അത് മറക്കാനായിട്ട്, പുതിയൊരു കാഴ്ചപ്പാടുകൾ ഉണരാനായിട്ടുള്ള കൃപ നമുക്ക് വേണം. ക്രിസ്തു നമുക്ക് മരിച്ചതുപോലും മറ്റൊരു ക്രിസ്തുവായിട്ട് നിങ്ങളെല്ലാവരും രൂപപ്പെടാനാണ്. അതുകൊണ്ട് തന്നെയും നമ്മളെല്ലാവരും മറ്റൊരു ക്രിസ്തുവായി മാറട്ടെ എന്നും ആ ചൈതന്യത്തിൽ ജീവിക്കട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
കരയൂ നിൻ പാപമോർത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ.